ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. അതിന് മുൻപായി ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്നത്തെ സന്തോഷങ്ങൾ എന്താണ് നോക്കാം. എന്ത് സന്തോഷമാണ് നിങ്ങളിലേക്ക് ഇന്ന് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നാല് കാർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നോക്കാം, ഇത് ആദ്യം നമുക്ക് നോക്കാവേ. മജീഷ്യനാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. പിന്നീട് നമുക്ക് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പിന്നെ 8 ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്. അവിടെ 8 ഓഫ് സോഡിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മജീഷ്യനാണ്. എന്താണ് മജീഷ്യൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ ഒരു കഴിവുണ്ട് എന്നാണ് കാണുന്നത്. എന്താണ് മജീഷ്യൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്, അല്ലേ? നമ്മളുടെ ലൈഫ് തന്നെ, നിങ്ങളുടെ അല്ല എൻ്റെയും, നമ്മളുടെ ലൈഫ് തന്നെ എന്താണ്, മാജിക്കാണ്. ഈ മാജിക് എന്ന പ്രോസസ്സിന് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. മനസ്സിലായി? ഈ ഒരു പവറിനെ നമ്മൾ വളരെയധികം വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പലരും മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതിനി ഏത് കാര്യത്തിലായാലും, ചിലപ്പോൾ സമ്പത്തിൻ്റെ കാര്യത്തിലായാലും, ചിലപ്പോൾ ജോലി കാര്യത്തിലാവാം, ചിലപ്പോൾ മറ്റ് ചില ആവേശത്തോടുകൂടി നിങ്ങൾ നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാവാം, അതുപോലെ ബുദ്ധിപരമായ ചില കാര്യങ്ങളാവാം. എക്സാമിനേഷൻ പാസ്സാകണമെന്നോ അതുമല്ല ഇൻ്റർവ്യൂസിൽ പാസ്സാകണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലാവാം ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യമാകും എന്നുള്ള വലിയൊരു പവർഫുൾ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വലിയ എനർജി എന്നല്ല, പവർഫുൾ ആയിട്ടുള്ള എനർജി. മനസ്സിലായി? ഇത് നിങ്ങളുടേതായ എനർജിയാണ്. മാജിക് ഈസ് അലൈവ് എന്ന് പറയും. എല്ലായ്പ്പോഴും നമ്മളുടെ ജീവിതത്തിൽ മാജിക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? എല്ലായ്പ്പോഴും നമ്മളുടെ ജീവിതത്തിൽ മാജിക് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം അറിയാവുന്നതാണ്. പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. വേണമെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്നതുമില്ല. നമ്മൾ ഒത്തിരി കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വരുന്നില്ല. എന്നാൽ നമ്മൾ അയ്യോ ദൈവമേ അത് വരല്ലേ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു എനർജി ആയിരിക്കാം വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, യൂണിവേഴ്സിൽ മായാശക്തിയാണ് കൂടുതലായിട്ടുള്ളത്. മനസ്സിലായി? ഇല്യൂഷനാണ് കൂടുതലായിട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശക്തിയാണ്. പിന്നെ അതുപോലെ ഈശ്വരീയമായ ശക്തിയോ അത് വളരെ കുറവാണ്. അപ്പോൾ അതിലോട്ട് എത്തിപ്പെടാനാണ് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്, നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒരു തോട്ട്സ് നമ്മൾ ചിന്തിച്ചു പോയെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവും. എന്തുകൊണ്ടാണ്? നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പ്രപഞ്ചത്തിൽ ഉള്ളത് ഈ മായാശക്തിയാണ്. അത് നെഗറ്റീവ് എനർജിയാണ്. മനസ്സിലായോ? അപ്പോൾ ഈശ്വരീയമായ അനുഗ്രഹം നമ്മളിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വളരെ നമ്മൾ കഷ്ടപ്പെടണം. അങ്ങനെയാണ് നമ്മളിലേക്ക് ഈശ്വരീയമായ ചൈതന്യം വരുന്നത് തന്നെ അങ്ങനെയാണ്. നമ്മൾ അതിനായിട്ട് നമ്മൾ പ്രയത്നിക്കണം, പ്രേ ചെയ്യണം, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ഈശ്വരീയമായ ശക്തി, അനുഗ്രഹങ്ങളൊക്കെയും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടെ പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ വിശ്വസിക്കുക. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ട് സക്സസിനെ നോക്കിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, മാനിഫെസ്റ്റേഷൻ വർക്കൊരു വിശ്വാസത്തിൻ്റെതായ എനർജിയാണ്, അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സംഭവിച്ചിരിക്കും. അതുപോലെ നിങ്ങളുടെ എനർജി യൂണിവേഴ്സിലേക്ക് കൊടുത്തിരിക്കണം. എനർജിയുടെ വൈബ്രേഷൻ അങ്ങ് കൊടുക്കണം. തീർച്ചയായിട്ടും ആ ഒരു വൈബ്രേഷനിലാണ് ഈ കാര്യങ്ങൾ സാധ്യമാകുന്നത്.
നിങ്ങൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യും, പക്ഷെ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജി ഇല്ല, വൈബ്രേഷൻ ഇല്ല. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്കുള്ളിലുള്ള ചില കഴിവുകളുണ്ട്. എന്താണ് മജിഷ്യൻ കൊണ്ടുവരുന്നത്? ഉള്ളിലുള്ള കഴിവുകളെ, തൻ്റെ ക്രിയേറ്റീവ് എനർജിയെയാണ് ഇവിടെ മുന്നോട്ടെടുക്കുന്നത്. ഉള്ളിലുള്ള കഴിവുകളെ എടുത്ത് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് എനിക്കിത് സാധിക്കണം എന്ന് കരുതി നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. രാപകൽ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് മജീഷ്യൻ ഇത്രമാത്രം വലിയ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുപോലെയാണ് നമ്മളും അതുപോലെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കാണുന്ന എനർജി. മനസ്സിലായോ? എന്നാൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്ന വിധത്തിൽ സാധിച്ചു കിട്ടുകയുള്ളൂ. വെറുതെ ഇരുന്നാൽ അത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു സാധ്യവുമാകില്ല, ഒന്നും സാധ്യമാകത്തില്ല. വെറുതെ ഈ റീഡിങ് കണ്ടതുകൊണ്ട് എന്തെങ്കിലും സാധ്യമാകുമോ? ഒന്നും സാധ്യമാകില്ല. പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. മനസ്സിലായി? യൂണിവേഴ്സിൽ ഒരു വിശ്വാസം ഉണ്ടാകണം, എന്നിലൊരു വിശ്വാസം ഉണ്ടാകണം, യൂണിവേഴ്സിൽ ഒരു വിശ്വാസം ഉണ്ടാകണം. മനസ്സിലായി? അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നൊക്കെ വിശ്വസിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ സാധിക്കുകയുള്ളൂ, അതിനെ നിങ്ങൾക്ക് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. മനസ്സിലായി? അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. കോൺഫിഡൻസ് ഉള്ളപ്പോഴാണ് തീർച്ചയായിട്ടും ആവേശം വരുന്നത്. എന്താണ്? എനിക്കത് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം. അവിടെ കോൺഫിഡൻസ് ആണ് കൂടുതലായിട്ടും വേണ്ടത്. ഇല്ലാതെ, കോൺഫിഡൻസ് ഇല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്ക് ലഭിക്കുമോ? ഒന്നുമില്ല. വെറുതെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട് ഒരു തണുത്ത മട്ട് അല്ലെങ്കിൽ ഒരു തണുത്ത ഭാവത്തിൽ ഒരു നെഗറ്റീവ് എനർജിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഒന്നുമില്ല. വളരെയധികം കോൺഫിഡൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് അത് വന്നു ചേരുമ്പോൾ നല്ല കോൺഫിഡൻസോടുകൂടി ഉള്ള പ്രവൃത്തിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പടയാളിയുടെ എനർജിയാണ്. ദൂരദേശത്ത് നിന്നും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഉള്ളവർക്കാണെങ്കിൽ അവിടെ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജ് വരാം, അല്ലെങ്കിൽ എന്തോ ഒരു കാൾ വരാം. ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിലേക്ക് ആരോ പെട്ടെന്ന് വളരെയധികം എനർജറ്റിക് ആയിട്ട് വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയാൻ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വൺസ് ഓഫ് ഫയർ സൈൻ ആണ് എരിസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇനി അതുമല്ല, എന്തെങ്കിലും ലവ് റിലേഷൻ സംബന്ധിച്ച കാര്യമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ ലവ് മെസ്സേജ് നോക്കിയിരിക്കുന്നവർ, ഇഷ്ടമുള്ള പാർട്ട്ണറിൽ നിന്നും എന്തെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ഇവിടെ സാധിക്കുന്നതാണ് എന്നാണ് കാണുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം പാഷനേറ്റ് ആണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. അപ്പോൾ 8 ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒത്തിരി സ്ട്രെസ് അനുഭവിച്ചിരിക്കുക. അതുമല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ടെൻഷൻ അനുഭവിച്ചിരിക്കുക, നിങ്ങൾ ഡിപ്രഷനിലായിരിക്കുന്ന ചില സമയങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാവാം, അതുമല്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലുമാകാം. എന്തൊക്കെയോ ചില പരാജയങ്ങൾ നിങ്ങൾക്ക് വരുന്നു എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതല്ല എങ്കിൽ ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു എനർജി ഉണ്ട്, ഒരു തോൽവിയുടേതായ ഒരു എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വളരെയധികം സ്പീഡിലുള്ള ആക്ഷനാണ് വരാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ആക്ഷൻ, അതുപോലെ തന്നെ വളരെയധികം സ്പീഡിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ റീയൂണിയൻ, നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്നവർക്ക് റീയൂണിയൻ സംഭവിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങൾ ബിസിനസ് സംബന്ധപരമായ ട്രാവൽ നടത്താൻ, യാത്ര നടത്താൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ യാത്രയിലാവാം. യാത്രകളെ കുറിക്കുന്നതാണ്. യാത്ര നടത്താം, അത് ബിസിനസ് സംബന്ധപരമായ യാത്രകളുമാകാം, അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള യാത്രകളും ആവാം. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു എന്നുള്ളതും ആവാം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന എനർജിയാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഫാസ്റ്റായിട്ട് സാധിച്ചു കിട്ടുന്ന എനർജിയാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെയാണ് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ സംഭവങ്ങളുമാകാം, മാറ്റങ്ങളുമാകാം, പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.
മനസ്സിലായോ? ഇനി അടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ 8 ഓഫ് സോഡിന്റെ എനർജിയാണ്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു മായയിൽ കുടുങ്ങിയിരിക്കുകയാണ്. മായയിൽ കുടുങ്ങുക എന്ന് പറയുമ്പോൾ എന്താണ്? എനിക്കിതൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ഞാൻ ഇവിടെ ഒരു കെട്ടുപാടിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഗതികേടാണ് എനിക്കുള്ളത്, എനിക്ക് ഒരു തരത്തിലും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കരുതിക്കൊണ്ട് സ്വന്തം മനസ്സിനെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. നെഗറ്റീവായ തോട്ട്സ് ആണ് ഉള്ളിലുള്ളത് മുഴുവനും. അങ്ങനെ നെഗറ്റീവായ തോട്ട്സ് ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ചില ബന്ധനങ്ങളിൽ നിന്നും ഒന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. എനിക്കിവിടെ നിന്നും രക്ഷപ്പെടണം, എനിക്ക് ഫ്രീഡം അനുഭവിക്കണം എന്നൊക്കെയുള്ള വിചാരത്തോടു കൂടി മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം നിങ്ങളുടെ മുൻപിൽ വഴിയുണ്ട്, നിങ്ങളുടെ മുൻപിൽ വഴിയുണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രമിക്കാതിരിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്നത്, ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഇതുമൂലം എന്തെങ്കിലും അതൃപ്തി എന്നോട് തോന്നുമോ, അതൃപ്തി തോന്നുമോ എന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നീരസം എന്നോട് ഉണ്ടാകുമോ, ശത്രുത ഉണ്ടാകുമോ, ഞാൻ അവർ പറയുന്നത് പോലെ കേട്ടില്ല എങ്കിൽ, അനുസരിച്ചില്ല എങ്കിൽ എന്നൊക്കെ കരുതിക്കൊണ്ട് നിങ്ങൾ ഇതിനെ അനുസരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോഴും നിങ്ങളുടേതായ സ്വന്തം ഇഷ്ടമല്ല ഇവിടെ നോക്കുന്നത്. നിങ്ങൾ സ്വന്തം ഇഷ്ടം നോക്കി നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏത് വഴിയും തുറന്നു കിട്ടും. മനസ്സിലായോ? അങ്ങനെ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇല്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഇവിടെ അനുഭവിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായ? ക്ലേശങ്ങൾ, ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സഹിക്കുന്നു. ചില വീടുകളിലൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് തന്നെ ജീവിക്കണം. ചിലപ്പോൾ മയ്യമ്മ പോരാ, നാത്തൂൻ പോരാ, അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ അകപ്പെട്ടിട്ടുണ്ടാകും. കാരണം അവർ പറയുന്നത് കേട്ടേ ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്നുള്ള തോന്നലിലാണെങ്കിൽ ആ ഒരു ബന്ധനത്തിൽ കഴിയേണ്ടതായിട്ട് വരും. അതല്ല, എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അവിടെ അതാണ് വേണ്ടത്. മനസ്സിലായി? അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടല്ലേ, എനിക്കും ചില കാര്യങ്ങളുണ്ട്, എനിക്കും ചില ഉത്തരവാദിത്ത ബോധങ്ങളുണ്ട്, എനിക്കത് ചെയ്തേ പറ്റൂ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. കൗൺസിലറാണ്. വളരെ നല്ല എനർജി, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 7 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 7 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നിങ്ങളിവിടെ കഴിയുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ചില കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതിനുള്ളിൽ കഴിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ചുറ്റിനും, പലരും നിങ്ങളിലേക്ക് പ്രശ്നങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ അവർ ചോദിക്കുന്ന പല ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചൊന്ന് ഭീരുവാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് വരാവുന്നതാണ്. അത് വളരെയധികം നിങ്ങളുടേതായ വിശ്വാസങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങളുടേതായ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, സ്വന്തമായിട്ടൊരു നിലപാടെടുക്കാൻ കഴിയണം നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾ കോൺഫിഡൻസ് അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലഭിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെളിയിലേക്ക് വരാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചിലരൊക്കെ ഒരുപാട് പ്രശ്നത്തിലകപ്പെട്ടിരിക്കുന്നു, ഞാൻ ആ വഴിക്കും പ്രശ്നങ്ങളാണ്, പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. പക്ഷെ അങ്ങനെയാണ് അതിൽ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ വെളിയിലേക്ക് വരാൻ ശ്രമിക്കണം. ഇവിടെ വന്നിരിക്കുന്നത് ചാരിയട്ടാണ്. ചാരിയട്ട് എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം സക്സസ് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ 3 കാർഡ്സ് നമുക്ക് വന്നിരിക്കുന്നത് മേജർ അർക്കാനയുടേതാണ്. വളരെയധികം ഹെവി എനർജിയാണ്. അല്ലേ? ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന മജീഷ്യനാണ്. അപ്പോൾ
അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ചാരിയറ്റിന്റെ എനർജി എന്ന് പറയുമ്പോഴെന്താണ്, നിങ്ങൾക്കിവിടെ ഒരുപാട് സക്സസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ നോക്കിയിരിക്കുന്ന കാര്യത്തിൽ സക്സസ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കണം, അതുപോലെ വീട്, എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിച്ചു കിട്ടുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങൾ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട്. സ്വന്തമായി വാഹനമുള്ളവരാവാം, അതുപോലെ വാഹനം ഓടിക്കാൻ നല്ല കഴിവുള്ളവരാണെന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നല്ല വിൽ പവർ ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. കാരണം മനസ്സിന്റെ ഇച്ഛാശക്തി കൊണ്ട്, നിശ്ചയദാർഢ്യം കൊണ്ടൊക്കെയാണ് നിങ്ങൾ പല കാര്യങ്ങളെയും നിങ്ങൾ ഓവർകം ചെയ്യുന്നത്. മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും പല കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെയുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിലനിർത്തുന്നുണ്ട്. അതുപോലെ പോസിറ്റീവായാലും നെഗറ്റീവായാലും ചില കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് ബാലൻസ് ചെയ്ത് പോകാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് സാധ്യമാകും. അതുപോലെ നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങൾ, ചിലപ്പോൾ റീയൂണിയൻ സംഭവിക്കാനോ, കോണ്ടാക്ട് ആയിട്ടിരിക്കുന്നവർക്ക് റീയൂണിയൻ സംഭവിക്കാനുമുള്ള ഒരു എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ അടുത്തായിട്ട് വൈസ് കൗൺസിലറാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹെറോഫന്റിന്റെ എനർജിയാണ്. സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്നുമെല്ലാം നിങ്ങൾ അനുഭവത്തിൽ പാഠം പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങളുണ്ടല്ലോ, അവിടെ നിന്നാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിച്ചത്. ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത്തരത്തിൽ മുന്നോട്ട് വന്ന ഒരു സക്സസിലേക്ക് വരാൻ കഴിയില്ല. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, നിങ്ങൾ അത്തരത്തിലുള്ള എനർജിയിലേക്ക് വരണം. കാരണം നിങ്ങൾ നേരത്തെ തന്നെ അനുഭവിച്ചിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നുമൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അത്തരം ഒരു എനർജി നിങ്ങൾ ഇപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മതപരമായ ചില ആചാരങ്ങളെ അനുഷ്ഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെന്ന് കാണുന്നുണ്ട്. ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ച സത്യം അറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. എല്ലാ മംഗളകർമ്മങ്ങൾക്കും നിങ്ങൾ സാക്ഷിയാകാൻ ഉള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലരും നിങ്ങളെ ചില കാര്യങ്ങൾക്ക് സാക്ഷിയായി നിൽക്കാൻ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ക്ഷണിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു എനർജിയാണ്. പോസിറ്റീവ് എനർജി നിങ്ങൾ നിലനിർത്തുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളില്ലാതെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എംപററുടെ എനർജിയാണ്. ഇപ്പോൾ ഗവൺമെന്റ് ജോബൊക്കെ നോക്കിയിരിക്കുന്നവർക്ക്, അതുപോലെ അതുമല്ല എങ്കിൽ പെർമനന്റ് ആയിട്ടൊരു സാലറി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇന്ന് തന്നെ ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ചില പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ളത്, അതുപോലെ വരുമാനം സ്ഥിരമാകുന്ന എനർജി ഒക്കെയുമുണ്ട്. നിങ്ങൾ ടെസ്റ്റൊക്കെ എഴുതിയിട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ജീവിതശൈലി ആയാലും കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് നോളജ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നും കാണുന്നുണ്ട്. വീട്ടുകാര്യങ്ങളായാൽ തന്നെയും വരവ് ചെലവുകളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നല്ല ഒരു ഗ്രഹനാഥനായിട്ടും അല്ലെങ്കിൽ ഒരു ഗ്രഹനാഥയായിട്ടും നിങ്ങളെ കൊണ്ട് മുന്നോട്ട് നയിക്കാൻ, കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. നല്ല പോലെ അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ഒരു അതോറിറ്റി പവർ കൈവരുന്ന വ്യക്തിയാണ്. നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഒരു ലീഡർഷിപ്പിന് വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്നുണ്ടാവാൻ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണെന്ന് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്കൊരു അധ്യക്ഷ സ്ഥാനം നൽകാൻ ആരെങ്കിലുമൊക്കെ തയ്യാറാവുന്നുണ്ടാവാം. കാരണം അവിടെ ഇങ്ങോട്ട് വന്ന് ഇവിടെ 2 വാക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ചെയറിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു ആദരവ് തരാനുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് ഇവിടെ എക്സ്പീരിയൻസിങ് ആണ്. നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. എക്സ്പീരിയൻസ് ചെയ്ത ജീവിതത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനുഭവങ്ങളില്ല എങ്കിൽ നമ്മൾ ഒന്നും പഠിക്കില്ല. വെറുതെ കേട്ടറിയുന്നത് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല.
മനസ്സിലായി. അനുഭവിച്ചറിഞ്ഞുവെങ്കിൽ മാത്രമേ അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് ഗ്രഹിക്കാൻ പറ്റൂ. അനുഭവത്തിലൂടെ മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ജീവിതമാണ് എപ്പോഴും സക്സസ്സിലേക്ക് നീങ്ങുന്നത്. സക്സസ് കിട്ടുന്നതും ആ ഒരു ലൈഫിലാണ്. മനസ്സിലായി. ഇവിടെ കമ്പാരിസൺ ആണ് വന്നിരിക്കുന്നത്. സെലിബ്രേഷൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പലർക്കും ഇന്നത്തെ ദിവസം നല്ലതുപോലെ സന്തോഷിക്കാൻ, എൻജോയ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ക്രിയേറ്റീവ് പവറിനെ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് പ്രദർശിപ്പിക്കുക. കാരണം മറ്റുള്ളവരുടെ മുൻപിൽ ഒരു മഹാറാണിയായിട്ടൊക്കെ നിങ്ങൾക്ക് കഴിയാൻ ഉള്ള സാധ്യതയാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന, ബ്യൂട്ടി കോൺഷ്യസ് ആവുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് അമ്മയാവാൻ, അച്ഛനാവാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു എനർജി എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവർക്ക് സന്തോഷത്തെ നൽകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സ്റ്റെബിലിറ്റി വരുത്താനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ദൈവാനുഗ്രഹമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ സെലിബ്രേഷനിലൂടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട്. അതുപോലെ കമ്പാരിസൺ ആണ്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ നമ്മളുടെ കഴിവും മറ്റുള്ളവരുടെ കഴിവുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല ഒരിക്കലും. കഴിവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പവർ എന്ന് പറയുന്നത് എന്താണ്? അത് ജെനുവിനായിട്ട് കിട്ടിയതാണ് കൂടുതലായിട്ടും ഒരു വ്യക്തിക്ക്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ട് നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മളുടെ കഴിവ് ഒരു തരം, അവരുടേതായിട്ട് മറ്റൊരു കഴിവാണ്. മനസ്സിലായി. ചിലർക്ക് പെയിന്റ് അടിക്കാനുള്ള കഴിവാകാം അത് ഉള്ളത്, മറ്റുള്ളവർക്ക് ഒരു വീട് പണിയാൻ തന്നെ കഴിവുണ്ടായിരിക്കും. മനസ്സിലായി. ചിലർക്ക് ടീച്ച് ചെയ്യാനുള്ള കഴിവുണ്ടാകാം, മറ്റുള്ളവർക്ക് ചിലപ്പോൾ സ്വീപ്പറായിട്ട് പോകാനുള്ള കഴിവായിരിക്കും ഉള്ളത്. എന്ത് കഴിവായാലും നിങ്ങളിലൊരു കഴിവുണ്ടോ അത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തികം നേടാനുള്ള കഴിവ്, അത് നമുക്കൊക്കെ കുറച്ചൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില കഴിവുകളാവാം. എന്നിട്ട് മറ്റുള്ളവരുടെ കണ്ടിട്ടോ അവർക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഒരു കമ്പാരിസണും നിങ്ങൾ നടത്താതിരിക്കുക. മനസ്സിലായി. കഴിയുന്നത് നമ്മളുടെ കഴിവ് ഉപയോഗിച്ച് നിങ്ങളുടേതായ കഴിവുകൾ എന്താണെന്ന് കണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത്. അതാണ് നിങ്ങളുടെ സക്സസിനെ മുന്നോട്ട് വഴിതെളിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, സമാധാനം ഒക്കെ തരുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങളുടെ കഴിവിനെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ മറ്റുള്ളവരുടെ കണ്ടിട്ട് ഒരു പരാതി പറയാനോ അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാനോ ഒന്നും പാടില്ല. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം ഇവിടെ വരുന്നുണ്ട്, സന്തോഷിക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ 3 ആണ് നമ്പർ, ഇവിടെയും 3 ആണ്. അപ്പോൾ 3 ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായി. നമുക്കിനി ശ്രീകൃഷ്ണ ഭഗവാന്റെ മെസ്സേജ് ഒന്ന് നോക്കാവേ. ഇന്നത്തെ ദിവസം ശ്രീകൃഷ്ണന് വ്യാഴാഴ്ചയല്ലേ, അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓട്ടം വന്നിരിക്കുന്നത് ബി ഹമ്പിൾ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ വിനയത്തോടുകൂടി, ആങ്കർ ഈസ് നോട്ട് ഫ്രൂട്ട്ഫുൾ എന്നാണ്. അപ്പോൾ ഹമ്പിൾ ആവണമെങ്കിൽ എന്താണ്? നമ്മൾ വിനയമുള്ളവരാണ്. മറ്റുള്ളവരോട് വിനയം കാണിക്കണമെങ്കിൽ എന്താണ്? നമ്മൾ ദേഷ്യപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ അത് വിനയമാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെയല്ല, ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും നമുക്ക് ശരിയായ ഒരു കാര്യമല്ല. അത് നമുക്ക് ഒരു ലീവ് യുവർ ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻസ് ബിഹൈൻഡ് ആൻഡ് മേക്ക് എ ഫ്രഷ് ബിഗിനിങ്. അപ്പം നിങ്ങളിലുള്ള ആങ്കർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ അതിനെ വിട്ടുകളയുക. മനസ്സിലായി. എല്ലായ്പ്പോഴും ഒരു മന്ദസ്മിതം നിലനിർത്താൻ ശ്രമിക്കുക നിങ്ങളുടെ ചുണ്ടിൽ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ദേഷ്യപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ എനർജിയെ തന്നെ ഡൗൺ ആക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരോട് ആവശ്യമില്ലാതെ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ചാരിറ്റിയാണ് വന്നിരിക്കുന്നത്. ചാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ മറ്റുള്ളവർക്ക് എന്താണ്? ഗീവ് വാട്ട് ഹാസ് ബീൻ ആസ്ക്ഡ് ഓഫ് യു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലും, നിങ്ങൾ പാവങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹായം ചെയ്തിരിക്കണം. പാവങ്ങളാണ്, അവരതിനെ അർഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു ദാനം ചെയ്തിരിക്കണം. ഇതൊരു മഹത്തായ ഒരു പ്രോസസ്സാണ്, മഹത്തായ ഒരു പ്രവൃത്തിയാണ്. മറ്റുള്ളവരെ, പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത്. മനസ്സിലായി. അല്ലാതെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും എല്ലാം എനിക്ക് മാത്രം, ഞാനിത് വില കൊടുത്ത് മേടിച്ചാണ്, ഞാൻ മാത്രമേ ഇത് കഴിക്കൂ,
അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികം എനിക്ക് മാത്രമുള്ളതാണ്, ഞാൻ മറ്റൊരാളിനും കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്വാർത്ഥത മനോഭാവം പാടില്ല. എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സോടുകൂടി കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം കൊണ്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതിൻ്റെ 1% മറ്റുള്ള പാവങ്ങൾക്ക്, അർഹിക്കുന്നവർക്ക് ദാനം കൊടുക്കാൻ മടിക്കരുത്. ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത്. അങ്ങനെ സന്തോഷത്തോടു കൂടി കൊടുക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണമായാലും വസ്ത്രമായാലും പണമായാലും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഒന്ന് ആക്റ്റീവ് ആകണം. ഹൃദയം കൊണ്ട് ഒന്ന് സന്തോഷിക്കണം. ഹൃദയം കൊണ്ട് ഒരു സന്തോഷം വന്ന് ഹൃദയത്തിന്റെ ഭിത്തികളൊക്കെ ഒന്ന് ആർദ്രമാകുന്ന സമയത്ത് വേണം ദാനം കൊടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു വഴിയിലൂടെ തിരികെ എത്തുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ചക്രാസൊക്കെ, ലോവർ ചക്രാസ് അപ്പർ ചക്രാസൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുന്ന സമയം. മനസ്സിലായി? കണ്ണിന് കണ്ണുനീര് പൊടിയണം പലപ്പോഴും. അതാണ് നിങ്ങളെ ഒരു സക്സസ്സിലേക്ക് നയിക്കുന്നത്. ഇങ്ങനെ ചക്രാസൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ പല വിധത്തിലും മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടി മണി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും, സ്നേഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും, ഐശ്വര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനാണ് പറയുന്നത്. Merge yourself in him and you will find a lifetime of joy at eternal bliss. ഇവിടെ നിങ്ങൾ പറയുന്ന എറ്റേണൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ദൈവികമായ ഒരു വിശ്വാസം എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളെപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് എപ്പോഴും അതിൽ മുഴുകുക. ദൈവികമായ വിചാരങ്ങളിൽ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും ശാശ്വതമായ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ. ഇനി പേഷ്യൻസ്, ആൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡഡ് ആൻഡ് ലവ് വിൽ ഫോളോ. ഹൗ പേഷ്യൻസ്, ഇവിടെ പറയുന്ന എല്ലാ പ്രവർത്തികളും നിങ്ങൾക്ക് ഫലമുണ്ടാകുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും ഫലമുണ്ടാകുന്നതാണ്. മനസ്സിലായോ? ഫലമില്ലാത്ത ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫലമില്ലാതാവുന്നില്ല. കാരണം എല്ലാ പ്രവൃത്തികൾക്കും ഫലമുണ്ടാവുന്നതാണ്. അത് ദൈവികമായ ഒരു എനർജി തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം തരുന്നത് എന്താണ്? ദൈവാനുഗ്രഹമാണ്. അവിടെ പക്ഷെ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. മനസ്സിലായോ? ഹൗ പേഷ്യൻസ്, ക്ഷമയുണ്ടായിരിക്കണം. എല്ലായ്പ്പോഴും നിങ്ങൾ ക്ഷമയുള്ളവരായി തീരണം. അല്ലാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് എനിക്കിതിന് ഫലം കിട്ടും, ഇപ്പോൾ തന്നെ കിട്ടണം, 2 ദിവസത്തിനകം തന്നെ ഫലം കിട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അല്ല, അങ്ങനെ ധൃതി പിടിക്കാതെ ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും. ചിലരൊക്കെ പേഴ്സണലായിട്ട് റീഡിങ്ങിന് വരുന്നവർക്ക് എന്തൊരു ധൃതിയാണെന്നറിയോ, ഇപ്പോൾ ഉടനെ തന്നെ ചെയ്ത് കിട്ടണം. അങ്ങനെയല്ല, അതിനൊക്കെ ഒരു സമയമുണ്ട്. ചെയ്യുന്ന ആളും കുറച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങളിട്ട് അങ്ങനെ ധൃതി പിടിപ്പിക്കാൻ പാടില്ല. മനസ്സിലായി? അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് റീഡിങ്ങിന് വന്നോ അല്പം ഒന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം. അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ പേഷ്യൻസ് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ പേഷ്യൻസോടുകൂടി ഇരിക്കൂ, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഒരു വൃക്ഷം, നമ്മളൊരു ചെടി അങ്ങോട്ട് നട്ടു, അത് വളർന്ന് വലുതായി അതിൽ ഫ്രൂട്ട് വരണമെങ്കിൽ എന്താണ്? നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്നെങ്കിലല്ലേ പറ്റൂ. അല്ലാതെ ഒരു ചെടി അങ്ങോട്ട് നട്ടു, വെള്ളം ഒഴിച്ചു, വളം ഇട്ടു, 2 ദിവസത്തിനകം അത് പൂക്കും കായ്ക്കും, നമുക്ക് ഫലം എടുക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് ക്ഷമയോടുകൂടി ഏത് കാര്യത്തിനും വെയിറ്റ് ചെയ്യുക. അവിടെയാണ് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നത്, നിങ്ങളുടെ കാര്യം സക്സസ്സിലേക്ക് പോകുന്നതും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. പലരും മറക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെയുള്ള എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഇതിലെ പോസിറ്റീവ് എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായി? യൂണിവേഴ്സിന് എപ്പോഴും താങ്ക് യു പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം അത്യാവശ്യമാണ്. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ, വീഡിയോ ഹൈപ്പ് ചെയ്യാൻ ഒട്ടും ഉപേക്ഷ വിചാരിക്കല്ലേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.